Hi all, in this section we will be discussing problems on steady flow energy equations. So here is our first question. A mass of 0.8333 kilogram per second enters the control volume of a steady flow system at 2 bar and 100 degrees Celsius and an elevation of 100 meters above the datum. The same mass leaves the control volume at 150 meters elevation with a pressure of 10 bar and temperature of 300 degrees Celsius. The entrance velocity is 40 meter per second and the exit velocity is 20 meter per second. During the process, 13.8889 kilowatt of heat are transferred to the control volume and the rise in enthalpy is 8 kilojoule per kilogram. Calculate the power developed. So please pause this video and take down this question onto your note. സോ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ തന്ന വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം എഴുതുക. ഓക്കെ, സോ മാൻഡേറ്ററിലി തന്ന വാല്യൂസ് ആദ്യം നമ്മൾ എന്തായാലും എഴുതണം. സോ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഐ ആം ടേക്കിംഗ് ഡൗൺ ദി ഗിവൺ വാല്യൂസ്. എ മാസ് ഓഫ് 0.8333 കിലോഗ്രാം പെർ സെക്കൻഡ്. അപ്പോൾ മാസ് എന്ന് ഉദ്ദേശിച്ചാൽ അവിടെ മാസ് ഫ്ലോ റേറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, വിച്ച് ഈസ് 0.8333 kilogram per second. Enters the control volume of a steady flow system at pressure 2 bar. So initial pressure is 2 bar. That is equal to 2 into 10 to the power 5 Pascal or Newton meter. And at a elevation, initial elevation തന്നിട്ടുണ്ട്, it is 100 meters above the datum. The same mass leaves the control volume at a height, രണ്ടാമത്തെ ഹൈറ്റ്, എക്സിറ്റിലെ ഹൈറ്റ് തന്നിട്ടുണ്ട്, it is 150 meters with a pressure of 10 bar. അപ്പോൾ അവിടെ ഉള്ള pressure it is 10 bar which is equal to 10 into 10 to the power 5 pascals. And temperature, അപ്പോൾ എക്സിറ്റിലെ ടെമ്പറേച്ചർ ആണ്, ഇറ്റ് ഈസ് 300 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മളത് കെൽവിനിലേക്ക് മാറ്റണം. സോ ഇറ്റ് ഈസ് 300 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 കെൽവിൻ. സോ ദാറ്റ് വിൽ ബി 573 കെൽവിൻ ആണ് നമുക്ക് ടെമ്പറേച്ചർ കിട്ടുക. ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ കെൽവിൻ്റെ ടേംസിൽ തന്നെ എഴുതണം. ഓക്കെ, ദ എൻട്രൻസ് വെലോസിറ്റി ഈസ് 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ കയറുന്ന അവിടെയുള്ള വെലോസിറ്റി ഈസ് 40 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് എക്സിറ്റ് വെലോസിറ്റി, പുറത്തേക്ക് ഇറങ്ങുന്ന അവിടുത്തെ വെലോസിറ്റി ഇറ്റ് ഈസ് 20 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. നൗ ഡ്യൂറിങ് ദ പ്രോസസ് 13.8889 കിലോവാട്ട് ഓഫ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ കൺട്രോൾ വോളിയം. അപ്പോൾ ക്യൂയുടെ വാല്യൂ തന്നിട്ടുള്ളത് 13.8889 this much kilowatt is transferred to the system ആണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ? ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ സിസ്റ്റം, സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. ആൻഡ് റൈസ് ഇൻ എൻതാൽപ്പി, ദാറ്റ് ഈസ് റൈസ് ഇൻ എൻതാൽപ്പി മീൻസ് H2 മൈനസ് H1, എൻതാൽപ്പി കൂടുകയാണ് ചെയ്തത്, അതാണല്ലോ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് അല്ലേ. റൈസ് ഇൻ എൻതാൽപ്പി ഈസ് 8 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. ഇങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി പവർ ഡെവലപ്ഡ്. പവർ എത്ര ഡെവലപ്പ് ആയെന്നാണ്, അതായത് നമ്മൾ വർക്ക് ഡൺ ഓൺ ടൈം ബേസിസ് ചെയ്താൽ ഇത് തന്നെയായിരിക്കും നമുക്ക് എന്ത് പവർ എന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ ഇത് കാണാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ നമുക്ക് തന്ന ബേസിക് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്ന കാര്യങ്ങളെല്ലാം ഒരു ഓർഡറിൽ നമ്മൾ എഴുതുക. നമ്മൾ ഫസ്റ്റ് ലെവലിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ ഇൻലെറ്റിൻ്റെ വാല്യൂസ് എഴുതി, ഇവിടെ നമ്മൾ ഔട്ട്ലെറ്റിൻ്റെ വാല്യൂസ് എഴുതി, ആൻഡ് നമ്മളോട് കാണാൻ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? പവറാണ്. അപ്പോൾ വർക്ക് ഡൺ വിത്ത് റെസ്പെക്ട് ടു ടൈം ഇറ്റ് ഈസ് പവർ ഇറ്റ് സെൽഫ്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം സ്റ്റഡി ഫ്ലോ എനർജിയുടെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സൈഡിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ ഫിഗർ വരയ്ക്കുക.
അപ്പോൾ നമുക്കറിയാം ഒരു സ്റ്റഡി ഫ്ലോ ഉള്ള സിസ്റ്റമാണ്. അത് ടർബൈനാണോ കംപ്രസറാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഓപ്പൺ സിസ്റ്റമാണെന്ന് പറയാം. ഓക്കെ, ഒരു ഓപ്പൺ സിസ്റ്റമാണ്. ഇവിടെ ഒരു ഇൻലെറ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻലെറ്റ് 100 ആണ്, ഔട്ട്ലെറ്റ് 150, 100ൻ്റെ മുകളിലാണ്. സോ നമ്മളിത് വരക്കുന്ന നേരത്തെ ശ്രദ്ധിക്കാനുള്ളത് കുറച്ചും കൂടെ മുകൾക്കാക്കിയിട്ട് വരക്കുക. സോ ദാറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വേണം എനിക്ക് എക്സിറ്റ് കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ വരക്കുമ്പോൾ താഴെ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഇൻവിജിലേറ്റർ നമ്മൾ നോക്കുമ്പോൾ ഇയാൾ കൺസെപ്റ്റ് മനസ്സിലാക്കണം എന്നുള്ളത് ഈ ഫിഗർ നമ്മൾ സൈഡിൽ വരക്കുമ്പോൾ ഇറ്റ് വിൽ ഹെൽപ്പ് അസ്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? നമുക്ക് മാസ് ഫ്ലോ റേറ്റ് കോമൺ ആയിട്ട് തന്നിട്ടുണ്ട് വാല്യൂ. ഇവിടുത്തെ ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ 1 ഇത് നമ്മുടെ എക്സിറ്റ് പൊസിഷൻ 2. സോ ഇവിടെയുള്ള പ്രഷർ P1 തന്നിട്ടുണ്ട്, Z1 നമുക്ക് തന്നിട്ടുണ്ട്, വെലോസിറ്റി C1 തന്നിട്ടുണ്ട്. ഇവിടെ അതേപോലെ P2 തന്നിട്ടുണ്ട്, Z2 തന്നിട്ടുണ്ട്, ആൻഡ് ടെമ്പറേച്ചർ T2 ഈസ് ഗിവൺ. ഇവിടുത്തെ ടെമ്പറേച്ചർ 1 നമുക്കറിയോ? ഇല്ല, നമുക്ക് ടെമ്പറേച്ചർ 1 തന്നിട്ടില്ല. T2 ഈസ് ഗിവൺ ആൻഡ് C2 ഈസ് ഓൾസോ ഗിവൺ. പിന്നെ പറഞ്ഞു ഒരു Q എമൗണ്ട് ഓഫ് ഹീറ്റ്, Q ട്രാൻസ്ഫർ റേറ്റ് എത്രയാണ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ ഒരു വർക്ക് ഡൺ പുറത്തേക്കാണോ ഉള്ളിലേക്കാണോ എന്നുള്ളത് വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് ബേസ്ഡ് ഓൺ ദി സൈൻ. സോ പവർ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സോ വി ക്യാൻ ജസ്റ്റ് അസ്യൂം ഇറ്റ് ലൈക്ക് ടു ബി ലൈക്ക് ദിസ്. സോ ഈ വർക്ക് ഡൺ കാണുക എന്നുള്ളതാണ് ചോദ്യം. സോ ഈ ഒരു ചോദ്യത്തിന് എൻറ്റയർലി നമ്മൾ ഈ ഫിഗറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു കൺട്രോൾ വോളിയം എന്ന് പറഞ്ഞാൽ ഈ ഓപ്പൺ സിസ്റ്റം ഉൾക്കൊള്ളുന്ന ഈ ഒരു ഏരിയനെയാണ് നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വിധേയമാക്കുന്നത്. സോ ദിസ് ഈസ് ദ സിറ്റുവേഷൻ. ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ആസ് സച്ച് ഡയറക്റ്റ് ചെയ്താൽ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഇവിടെ മാസിൻ്റെ ബേസിസിലാണോ ടൈമിൻ്റെ ബേസിസിലാണോ? വി നീഡ് ഇറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ടൈം, ബിക്കോസ് പവർ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ഇക്വേഷൻ ഫോർ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഈസ് H1 പ്ലസ് C1² പ്ലസ് GZ1 into mass flow rate plus Q dot is equal to H2 plus C2² plus GZ2 again mass flow rate കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് W ഡോട്ട്. ഈ മാസ് ഫ്ലോ റേറ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? ഇവിടെ വേറൊരു ടേം ഉണ്ട്, ഇവിടെ വേറൊരു ടേം ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനത്തെ സില്ലി മിസ്റ്റേക്സുകൾ വരുത്തരുത്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്യാൻ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പവർ കിട്ടുകയാണ് വേണ്ടത്. സോ ഐ നീഡ് W. സോ W ഈസ് ഈക്വൽ ടു W ഡോട്ട് ഈസ് ഈക്വൽ ടു ഇവിടെ M ഡോട്ട് കോമൺ ആണ്. അപ്പോൾ H1ഉം C1 അല്ലെങ്കിൽ GZ1 ഈ ടേംസിനൊക്കെ രണ്ടിനും M ഡോട്ട് കോമൺ ആണ്. അപ്പോൾ M ഡോട്ട് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇതിനെ ഇങ്ങോട്ടേക്കാണ് എടുക്കേണ്ടത്. കാരണം വർക്ക് ഇവിടുത്തെ പോസിറ്റീവ് ടേം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബിക്കം H1 മൈനസ് H2 പ്ലസ് C1² മൈനസ് C2² പ്ലസ് G ഇൻറ്റു Z1 മൈനസ് Z2. ശരിയല്ലേ? ക്ലിയർ ആണല്ലോ? നൗ വിൽ ലുക്ക് ഫോർ ദ വാല്യൂസ്. M ഡോട്ടിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 0.8333 അല്ലേ? സോ M ഡോട്ട് 0.8333 ഇത്രയും kg/s ആണ്. ഇൻറ്റു നമുക്കറിയാം ഡെൽറ്റ H എന്ന് പറഞ്ഞ വാല്യൂ തന്നത് 8 kJ ആണ്. ഓക്കെ, H2 മൈനസ് H1 ആണ് ഡെൽറ്റ H, ഇൻറ്റേർണൽ എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് തന്നത്. അതായത് ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? എൻതാൽപ്പി കൂടി എന്നുള്ള ടേമിൻ്റെ അർത്ഥത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇറ്റ് ഈസ് 8 kJ അല്ലേ? സോ ദർ ഈസ് എ റൈസ് ഇൻ എൻതാൽപ്പി എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി, ക്വസ്റ്റ്യനിൽ നിങ്ങൾ എഴുതിയെടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ദർ ഈസ് എ റൈസ് ഇൻ എൻതാൽപ്പി, അതായത് ഫൈനൽ എൻതാൽപ്പിയാണ് കൂടുതൽ. സോ H2 മൈനസ് H1 ഈസ് 8 kJ. പക്ഷേ ഇവിടെ H2 മൈനസ് H1 ആണോ? ഇവിടെ H1 മൈനസ് H2 ആണ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ഇത് H1 മൈനസ് H2 ആവാൻ ഇവിടെ ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. സോ ദ ടേം വിൽ ബി മൈനസ് ഓഫ് 8 ഇൻറ്റു ഇറ്റ് ഈസ് kJ അല്ലേ? അത് നമ്മൾ കിലോ മാറ്റുക, വെറും ജൂളിലാക്കുക. ഇറ്റ് ഈസ് മൈനസ് 8 × 10⁻³ പ്ലസ് C1² വെലോസിറ്റി അറ്റ് ഇനീഷ്യൽ, ദാറ്റ് ഈസ് 40 m/s. 40² മൈനസ് C2 ഈസ് 20² ഡിവൈഡഡ് ബൈ 2. വെലോസിറ്റി ടേമും നമുക്ക് കൈനറ്റിക് എനർജിയുടെ ടേമും നമുക്കവിടെ ആയി. പ്ലസ് G വാല്യൂ എന്താണ്? പൊതുവേ നമ്മൾ എടുക്കാറുള്ളത് 9.81 എന്നാണ് ജിയുടെ വാല്യൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 10 കൊടുക്കാം, ബട്ട് 9.81 എടുക്കുക, ബിക്കോസ് യു ഹാവ് കാൽക്കുലേറ്റർ.
പിന്നെ അഥവാ ക്വസ്റ്റ്യനിൽ 10 എടുക്കൂ എന്ന് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ 10 എടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് 9.81 എടുക്കുന്നത് തന്നെയാണ്. ദെൻ കംസ് Z1 മൈനസ് Z2 അല്ലേ. Z1 എന്ന് പറഞ്ഞാൽ 100 ആണ്, Z2 ഈസ് 150. ദിസ് ബിക്കംസ് എ നെഗറ്റീവ് വാല്യൂ. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ദ തിങ് അല്ലേ. അപ്പോൾ ഞാൻ ഇതിനെ ഒരു ഇവിടെ നമ്മളൊരു ടേം മറന്നുപോയി. എന്താണ്, ഇവിടെ ഒരു പ്ലസ് ക്യൂ ഡോട്ട് ഉണ്ട് അല്ലേ. സോ പ്ലസ് ക്യൂ ഡോട്ട് എന്ന് ഉദ്ദേശം ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാ, 13.8889 കിലോ വാട്ട്. അപ്പോൾ കിലോനെ ഞാൻ ഒഴിവാക്കുമ്പോൾ ഐ വിൽ ഗെറ്റ് 13.8889 ഇൻറ്റു 10⁻3. സോ ഇതാണ് എൻ്റെ, ഞാൻ വാല്യൂസ് എല്ലാം ഇട്ടു. അപ്പോൾ ഇനി വേറെ ഒന്നും നിങ്ങൾ ചെയ്യാനില്ല. ഇനി നിങ്ങളുടെ കയ്യിലെ കാൽക്കുലേഷൻ പോലെ ഇരിക്കും. നിങ്ങളിതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ബ്രാക്കറ്റ് ഇടുമ്പോഴും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ആൻസർ ചെയ്താണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ടേമും സോൾവ് ചെയ്തിട്ട് താഴെ ഇവിടെ എഴുതി കൊണ്ടുവരിക. ആൻഡ് ഫൈനലി ഇഫ് യു ആർ ഡൂയിങ് യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 7313.75. ഇത്രയും വാട്ട്സ് ആണ് നമ്മുടെ പവർ എന്നുള്ള ആൻസർ കിട്ടും. ഓർ യു ക്യാൻ റൈറ്റ് ദിസ് ഓൾസോ ആസ് ഈക്വൽ ടു 7.31375 ദിസ് മച്ച് കിലോ വാട്ട്. ഇതാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പവർ. സോ ദിസ് ഈസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലം ചെയ്യുന്ന ഐഡിയ മനസ്സിലാക്കുക, and then we will go on to much more tighter problem. So hope this is easy for you. You have understood this. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can comment over here. Now we will go on to the second question. So this is our second question. A turbine operates under steady flow condition receiving steam with the following data. Pressure P1 equal to 1.2 megapascals. Temperature T1 is equal to 188 degrees Celsius. Enthalpy H1 is equal to 2785 kilojoules per kilogram. Velocity C1 is equal to 33.3 meters per second, and elevation Z1 is equal to 3 meters. The steam leaves the turbine at 100 meter per second velocity, 0 elevation, pressure equaling to 20 kilopascals, 2512 kilojoule per kilogram of enthalpy. Heat is lost to the surrounding at the rate of 0.27 kilojoules per second. Determine the power output of the turbine if the mass flow rate of steam is 0.42 kilogram per second. So now you have seen the second question. So second questionൽ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ ആദ്യം എഴുതുക. അപ്പോൾ ഇവിടെ ഏതാണ് ഓപ്പൺ സിസ്റ്റം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ ടർബൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതാം. സോ ഇനീഷ്യലി ദേ ഹാവ് സെഡ് സ്റ്റഡി ഫ്ലോ എനർജി കണ്ടീഷൻ ആണ്. പ്രഷർ ഈസ് ഗിവൺ. ഇനീഷ്യൽ പ്രഷർ P1 ഈസ് 1.2 megapascal, or that can be written as 1.2 into 10⁶ Pascal. Okay, temperature is given. Temperature T1, initial temperature is 188 degrees Celsius ആണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ കെൽവിൻക്ക് ആക്കുമ്പോൾ പ്ലസ് 273 കൂടെ കൂട്ടുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 461 കെൽവിൻ. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ അറ്റ് ഇനീഷ്യൽ കണ്ടീഷൻ നമുക്കറിയാം. ദെൻ ദേ ഹാവ് ഗിവൺ എൻതാൽപ്പി, സ്പെസിഫിക് എൻതാൽപ്പി അറ്റ് ദാറ്റ് പോയിന്റ്. സ്പെസിഫിക് എൻതാൽപ്പി അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് 2785 kilojoules per kilogram. ഇവിടെ ഒരു കിലോ ടേം ഉണ്ട് കേട്ടോ. ആൻഡ് ഇനീഷ്യലുള്ള വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 33.3 meters per second. ആൻഡ് എലിവേഷൻ വാല്യൂ ഈസ് ഓൾസോ ഗിവൺ, ദാറ്റ് ഈസ് 3 meters. ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ളത് നമുക്ക് തന്നത്. ഇനി ദ സ്റ്റീം ലീവ്സ് ദ ടർബൈൻ. അപ്പോൾ എക്സിറ്റിലെ കണ്ടീഷനാണ്. ദ സ്റ്റീം ലീവ്സ് ദ ടർബൈൻ ആൻഡ് ദെൻ ദേ ഹാവ് ഗിവൺ അറ്റ് 100 meters per second. അപ്പോൾ നമുക്കിതിന് ചേർന്നിട്ട് തന്നെ എഴുതാം. C2 എന്ന് പറഞ്ഞാൽ 100 meter per second ആണ്. 0 elevation, Z2 is 0 meters. Okay, pressure P2 is 20 kilopascal. 20 kilopascal എന്ന് പറഞ്ഞാൽ 20 into 10⁻³ this much Pascal.
ആൻഡ് എൻതാൽപ്പി, സ്പെസിഫിക് എൻതാൽപ്പി തന്നിട്ടുണ്ട് H1 ദാറ്റ് ഈസ് 2512 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. Heat is lost to the surroundings at the rate of 0.27. Heat is lost to the surroundings. Q is equal to 0.27 kilojoules per second. ഹീറ്റ് ലോസ്റ്റ് ആണ് ആയിട്ടുള്ളത്. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് പോവാണ് ഹീറ്റ്. അപ്പോൾ ഈ ഹീറ്റ് എന്തായിരിക്കും? ദിസ് വിൽ ബി എ നെഗറ്റീവ് സൈൻ അല്ലേ? ഇത് വിൽ ബി എ നെഗറ്റീവ് സൈൻ. Now they are asking determine the power output of the turbine. അപ്പോൾ കാണേണ്ടത് എന്താ? പവർ ഔട്ട്പുട്ടാണ് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. ഇവിടെ ഒക്കെ ഉള്ളത് ഇപ്പോൾ ലൈക്ക് നമുക്ക് നോക്കാം. ഇറ്റ്സ് ഓൾ we have to find work dot, that is power output of the turbine. If the mass flow rate of the stream, mass flow rate is given as 0.42 kilogram per second. ഇതാണെങ്കിൽ ഈ വാല്യൂസ് ഒക്കെ ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി പവർ ഔട്ട്പുട്ട് ഓഫ് ദാറ്റ് ടർബൈൻ? ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സോ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു റഫ് ഫിഗർ സൈഡിൽ എപ്പോഴും വരയ്ക്കുക ഒരു സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ പ്രോബ്ലം വരുമ്പോൾ. ബിക്കോസ് ഇതിനൊക്കെ നിങ്ങളുടെ മാർക്സ് എസ്എ ക്വസ്റ്റ്യൻ പോലെ ആയിരിക്കും. സോ നിങ്ങളൊരു സൈഡിൽ റഫ് ഫിഗറൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ് സോ ആസ് ടു ഗെറ്റ് ഓൾ ദി മാർക്സ്. സോ ഇനീഷ്യലി Z1 ഇവിടെ ഫസ്റ്റത്തെ സെക്ഷൻ ഇവിടെ വരും. ഓക്കെ, ആൻഡ് എക്സിറ്റ് ആവുന്നത് ഇതിൽ കൂടെയാണ്. സേ ദിസ് ഇസ് 2.2. ഓക്കെ, അപ്പോൾ ഇവിടെ Z2 ഇപ്പോൾ നമുക്ക് തന്ന വാല്യൂസ് എന്തൊക്കെ വേണമെങ്കിൽ ഇവിടെ എഴുതാം, ഓർ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. P1 ഈസ് ഗിവൺ, T1 ഈസ് ഗിവൺ, H1 ഈസ് ഗിവൺ, C1 ഈസ് ഗിവൺ, Z1 ഈസ് ഗിവൺ. ഇവിടെ നമുക്ക് P2 അറിയാം, H2 അറിയാം, ദിസ് ഇസ് H2. ഓക്കെ, C2 അറിയാം, Z2 അറിയാം. പിന്നെ നമുക്കെന്താ തന്നത്? ഹീറ്റ് ഈസ് ലോസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹീറ്റ് പുറത്തേക്കാണ് വരുന്നത്. ലോസ്റ്റ് ഹീറ്റ് കിലോ ജൂൾ പെർ സെക്കൻഡ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻ ടൈം ബേസിസ്. നൗ ദേ ആർ ആസ്കിങ് വാട്ട് ഈസ് ദി പവർ ഔട്ട്പുട്ട്. അപ്പോൾ പുറത്തേക്കുള്ള പവറിൻ്റെ ഔട്ട്പുട്ട് എത്രയാണ്? വാട്ട് ദേ ആർ ആസ്കിങ് ദിസ് വാല്യൂ. ഇത് എത്രയാണെന്നാണ് അവർ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ഇങ്ങനെ ഒരു റഫ് ഫിഗർ സൈഡിൽ വരച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഗുഡ് ഫോർ സ്കോറിങ് മാർക്സ് പേർപ്പസ്. അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേക ആവശ്യമൊന്നുമില്ല. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ യൂസ് ചെയ്യണം. പക്ഷേ പവർ ഔട്ട്പുട്ട് ആയതുകൊണ്ട് നമ്മൾ മാസ് ബേസിസ് എടുക്കണോ ടൈം ബേസിസ് എടുക്കണോ? വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഓൺ ടൈം ബേസിസ്. സോ ദ ഇക്വേഷൻ ഈസ് m dot into h1 plus c1 square by 2 plus gz1 okay plus q dot is equal to mass flow rate into h2 plus c2 square by 2 plus gz2 plus w dot. അപ്പോൾ ഈ w dot ആണ് എനിക്ക് കാണേണ്ടത്. സോ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ w dot is equal to m dot into h1 minus h2 plus and m dot കോമൺ ആയിട്ട് ബ്രാക്കറ്റിലാണ്. ദെൻ c1 square minus c2 square divided by 2 plus g into z1 minus z2 and there is an equation plus q dot. അത് ഇവിടെ ഉണ്ട്. Now mass flow rate എന്താ? we have 0.42 വാല്യൂ നമുക്ക് ഇവിടെ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. H1 ആൻഡ് H2 രണ്ട് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. H1 ഈസ് 2785 ഓക്കെ, ആൻഡ് ബോത്ത് ആർ ഇൻ കിലോ ജൂൾസ്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം, രണ്ടും കിലോ ജൂൾസിലാണ് തന്നത്. സോ 2785 2512 ഇതും കിലോ ജൂളിലാണ്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, ഐ വിൽ ഡു ദിസ് വാല്യൂ ഇൻ കാൽക്കുലേറ്റർ, പിന്നെ അതിനുശേഷം ഈ വാല്യൂ, എന്നിട്ട് അതിന് സബ്ട്രാക്ഷൻ ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ 10⁻³ അങ്ങനെ ചെയ്താലും മതിയാവും. സോ ദാറ്റ് മച്ച് കിലോ ജൂൾസ് പ്ലസ് വെലോസിറ്റി C1 ഈസ് 33.3 മീറ്റർ സ്ക്വയർ മൈനസ് 100 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് യു വിൽ ഗെറ്റ് Z1 മൈനസ് Z2 എന്നുള്ള ടേം എന്താവും? Z2 എന്ന് പറയുന്നത് 0 ആണ്. ദർ ഈസ് നോ എലിവേഷൻ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് വിൽ ബിക്കം 3 × 9.81 3 × 9.81 ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ആൻഡ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന വാല്യൂ എന്താ? ക്യൂ ഡോട്ടാണ്. പക്ഷേ ക്യൂ ഡോട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് അല്ലേ? സോ ഇവിടെ പ്ലസ് എന്നല്ല വരേണ്ടത്, പ്ലസ് ഓഫ് മൈനസ് എന്ന് എഴുതിയാലും മതി, ഓർ ഇറ്റ് ഈസ് മൈനസ് കിലോ ജൂൾ പെർ സെക്കൻഡിന് നമ്മൾ ജൂൾസ് പെർ സെക്കൻഡ് ആക്കുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 270
ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഞാൻ ഈ ടേംസ് അതേപോലെ കാൽക്കുലേറ്ററിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ യു ആർ ഗെറ്റിംഗ് ദി ആൻസർ ആസ് 112,535 ജൂൾസ് പെർ സെക്കൻഡ്, ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് 112.535 112.535 kilowatt is the power output that we receive from the turbine. So see, ഇവിടെ ഞാൻ ഈ രണ്ട് പ്രോബ്ലം ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകെ നിങ്ങൾക്ക് ചെയ്യേണ്ട തന്ന കാര്യങ്ങൾ എഴുതി വെക്കുക, പിന്നെ ഒരു റഫ് ഡയഗ്രാം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ അതിപ്പോൾ ഇനിയിപ്പോൾ ടർബൈൻ ആയാലും കംപ്രസർ ആയാലും ബോയിലർ ആയാലും നോസിലായാലും ഡിഫ്യൂസർ ആയാലും എന്ത് തന്നെ ആയാലും നമുക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനാണ്. അപ്പോൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ മാസിൻ്റെ ബേസിസിൽ എടുക്കണോ ടൈമിൻ്റെ ബേസിസിൽ എടുക്കണോ എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് പ്രോബ്ലം. ഇപ്പം നമ്മൾ ഈ രണ്ട് ചെയ്തതിലും പവർ കാണാനാണ്, പവർ ഈസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതല്ല നമ്മളോട് വാട്ട് ഈസ് എ വർക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ വാട്ട് ഈസ് എ ഹീറ്റ് ട്രാൻസ്ഫർ ഡയറക്റ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ മാസ് ഫ്ലോ റേറ്റിൻ്റെ ആവശ്യവുമില്ല. ആൻഡ് സീ ടു ഇറ്റ് ദാറ്റ് ചില പ്രോബ്ലങ്ങളിൽ നമുക്ക് ഈ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. ദേ മൈറ്റ് ബി, ഇപ്പം നമുക്ക് ഇവിടുത്തെ സെക്ഷനിൽ ഈ വാല്യൂസൊക്കെ തന്നു, ചിലപ്പോൾ ഇവിടുത്തെ ഇൻലെറ്റിൻ്റെ ഏരിയ ആയിരിക്കും തരിക, ആൻഡ് സ്പെസിഫിക് വോളിയമോ അങ്ങനെ ഡെൻസിറ്റിയോ എന്തെങ്കിലുമൊക്കെ തന്നേക്കാം ഇൻ ഓർഡർ ടു ഫൈൻഡ് മാസ് ഫ്ലോ റേറ്റ്. അപ്പോൾ നമ്മൾ ആ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ക്വസ്റ്റിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, മാസ് ഫ്ലോ റേറ്റ് തരാതെ ഏരിയ മറ്റേ സ്പെസിഫിക് വോളിയം ഒക്കെ തന്നിട്ട് മാസ് ഫ്ലോ റേറ്റ് കാണുന്ന കോലത്തിലേക്ക് ആദ്യം മാറ്റാം, എന്നിട്ട് ആ മാസ് ഫ്ലോ റേറ്റിനെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഇവിടുത്തെ ഫൈനൽ ആൻസറും കാണും. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ലെങ്ത് നീട്ടാൻ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്. സോ വാട്ട് എവർ ബി ദി അവർ ആപ്ലിക്കേഷൻ സൈഡ്, അതായത് ഇവിടുത്തെ ടർബൈനോ കംപ്രസർ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്ന വാല്യൂസ് പ്രോപ്പർ യൂണിറ്റ്സിൽ എഴുതിയെടുക്കുക, ആ ഇക്വേഷൻ പ്രോപ്പറായിട്ട് നമ്മൾ എടുത്താൽ യു വിൽ ഗെറ്റ് ദി ഫൈനൽ ആൻസർ. സോ നൗ നെക്സ്റ്റ് വി വിൽ ഗോ ഫോർ ദി അനദർ പ്രോബ്ലം. Here's the next question. At the inlet of the nozzle, the enthalpy and velocity of the fluid are 3000 kilojoule per kilogram and 50 meter per second respectively. There is negligible heat loss from the nozzle. At the outlet of the nozzle, enthalpy is 2450 kilojoules per kilogram. If the nozzle is horizontal, find the velocity of the fluid at exit. So now you have seen the third question. Third question is pretty simple. ഇത് നിങ്ങൾ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് സീ ദ മെത്തഡോളജി വാട്ട് ഐ എം ഡൂയിങ്. ഇറ്റ്സ് എ വെരി ഈസി പ്രോബ്ലം. ഓക്കെ, സോ ഐ വിൽ ടേക്ക് ഡൗൺ ദ ഗിവൺ വാല്യൂസ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഈ ഒരു പ്രോബ്ലം പൊതുവേ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ഒരു മോഡൽ ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാംസിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. സോ ടേക്ക് കെയർ ഓഫ് ദീസ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. So it is given a nozzle. At the inlet of the nozzle, the enthalpy, ഇൻലെറ്റിലുള്ള കേസാണ്, എൻതാൽപ്പിയുടെ കാര്യം പറഞ്ഞു. ഇറ്റ് ഈസ് 3000 kilojoules per kilogram. Okay, and velocity at the inlet is 50 meter per second respectively. There is negligible heat loss from the nozzle. അതായത് ഹീറ്റ് ലോസ് എന്ന് പറയുന്നത്, അതായത് ഈ Q എന്ന് പറയുന്നത് ഹീറ്റ് ലോസ് ആണ്, അത് 0 ആണ്. ഓക്കെ, ആൻഡ് അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ നോസിൽ എൻതാൽപ്പി ഈസ്, ഔട്ട്ലെറ്റിലെ കണ്ടീഷൻ അപ്പോൾ H2 എന്ന് പറഞ്ഞിട്ട് ഇടുക 2450 കിലോജൂൾ പെർ കിലോഗ്രാം. ഓക്കെ, നൗ ഇഫ് ദ നോസിൽ ഈസ് ഹൊറിസോണ്ടൽ ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് അറ്റ് ദി എക്സിറ്റ്. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ സൈഡിൽ വേണമെങ്കിൽ നമ്മൾ ഫിഗറും വരയ്ക്കുക. അപ്പോൾ നോസിലിൻ്റെ ഒരു ഫിഗർ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കാണിക്കുകയാണ്. സോ ഹീറ്റ് ലോസ് ഇല്ല, ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻസുലേറ്റഡ്. നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോഴൊക്കെ ഇൻസുലേറ്റഡ് കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദർ ഈസ് നോ ഹീറ്റ് ലോസ്. സോ ഹൊറിസോണ്ടൽ ആണെന്ന് പറഞ്ഞു. ദർ ഈസ് ആൻ ഇൻലെറ്റ് ആൻഡ് ദർ ഈസ് ആൻ ഔട്ട്ലെറ്റ് ആൻഡ് ഒരു പർട്ടിക്കുലർ നോസിലിനെ ഉൾക്കൊള്ളുന്ന ഒരു പർട്ടിക്കുലർ കൺട്രോൾ സർഫസും ഞാൻ വരച്ചു. സോ നമുക്ക് തന്നത് ഇവിടുത്തെ H1 തന്നിട്ടുണ്ട്, ഇവിടുത്തെ C1 തന്നിട്ടുണ്ട്, ഇവിടുത്തെ H2 തന്നിട്ടുണ്ട്, C2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് Q എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0. അപ്പം നോസിലിൻ്റെ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു, നോസിലിൻ്റെ കണ്ടീഷനിൽ വർക്ക് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യും. നോസിൽ ആകെ ചെയ്യുന്നത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബൈ
by pressure drop. So in the case of nozzle, we know that work is also 0. മാത്രമല്ല ഇത് ഹൊറിസോണ്ടൽ ആണെന്ന് പറയാനുള്ള കാരണം ബിക്കോസ് നമ്മുടെ Z1 ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് Z1 വിൽ ബി ഈക്വലിംഗ് ടു Z2. കാരണം ഒരേ ഹൈറ്റ് തന്നെ ആയിരിക്കും. ഒരു ഡേറ്റം ലൈൻ ഞാൻ എടുത്താൽ അവിടുന്ന് Z1ലേക്കും Z2ലേക്കുമുള്ള ഹൈറ്റ് എന്തായിരിക്കും? അത് സെയിം തന്നെ ആയിരിക്കും. ദർ വോണ്ട് ബി എനി ഡിഫറൻസ്. അതുകൊണ്ടാണ് ഇവർ ഈ ഹൊറിസോണ്ടൽ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് നമുക്ക് തന്നു. ഇതിന് അവർ കാണാൻ പറഞ്ഞിട്ടുള്ളത് C2 കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. So I will take down the steady flow energy equation for a nozzle. It is പൊതുവെ കോമൺ ആയിട്ടുള്ള എന്താ H1 plus C1 square by 2 plus G into Z1 plus Q is equal to H2 plus C2 square divided by 2 plus GZ2 plus W. ഓക്കെ, അതിൽ Qയുടെ വാല്യൂ എന്താണ്? 0 ആണ്. ഡബ്ല്യൂയുടെ വാല്യൂ എന്താ? 0 ആണ്. നിങ്ങളിവിടെ സ്ട്രൈക്ക് ചെയ്യരുത് എക്സാമിന്. നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ അത് 0 എന്ന് എഴുതിയിട്ട് കാണിക്കുക. GZ1ഉം GZ2ഉം എന്താവും? ക്യാൻസൽ ഔട്ട് ആയി പോകും. കാരണം ഇതിനെ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുവന്നാൽ ഇറ്റ് ഈസ് ഐദർ Z1 മൈനസ് Z2 ഓർ ഇറ്റ് ഈസ് Z2 മൈനസ് Z1. എനിവേസ് ദാറ്റ് വിൽ ഗെറ്റ് ക്യാൻസൽഡ് ഔട്ട്. പിന്നെ ബാക്കി എന്തേ ഉള്ളൂ? H1 പ്ലസ് C1 സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു H2 പ്ലസ് C2 സ്ക്വയർ ബൈ 2. അപ്പോൾ നമ്മളോട് കാണാൻ ചോദിച്ചത് എന്താ? C2 ആണ്. അപ്പോൾ ഇതിലെ C2നെ നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. സോ നമ്മളിങ്ങനെ കീപ്പ് ചെയ്താൽ C2 സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു H1 മൈനസ് H2 പ്ലസ് C1 സ്ക്വയർ ബൈ 2. ഞാൻ ഈ ടേമിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ മൈനസ് H2 ആയി. ആ H1ൻ്റെ ഒപ്പം ഞാൻ രണ്ടും ഒന്നിച്ച് റിലേറ്റ് ചെയ്ത് വെച്ചു. ക്ലിയർ? ഇനി ഞാൻ ഈ 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഇക്വേഷൻ വിൽ ബിക്കം C2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ടൈംസ് H1 മൈനസ് H2 പ്ലസ് C1 സ്ക്വയർ. ആ 2 ഇവിടേക്ക് വരും. പിന്നെ ഇവിടുത്തെ 2ഉം താഴത്തെ 2ഉം കൂടെ ക്യാൻസലേറ്റ് ആയിട്ട് ഇത്ര വരും. ദിസ് ഈസ് C2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ എനിക്ക് C2 എന്ന് കിട്ടുകഴിഞ്ഞാൽ എന്താ വേണ്ടി? ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു H1 മൈനസ് H2 പ്ലസ് C1 സ്ക്വയർ എന്നതാണ് C2യുടെ ഇക്വേഷനായിട്ട് കിട്ടി. നമ്മൾ ഇതിൻ്റെ ഡെറിവേഷൻ കൊണ്ടുവന്നിരുന്നപ്പോൾ നമ്മൾ നോസിലിൻ്റെ കേസിൽ വെലോസിറ്റി വളരെ നെഗ്ലിജിബിൾ എന്നുള്ള അർത്ഥത്തിലായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത് കമ്പയർഡ് ടു ദ ഫൈനൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിന് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഒരു വെലോസിറ്റി ടേം നമുക്ക് തന്നതുകൊണ്ട് C1 എന്നുള്ള കേസ് ഇനീഷ്യലി തന്നതുകൊണ്ട് നമ്മൾ ആ വാല്യൂ എടുക്കുക. അഥവാ ഈ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടില്ല എങ്കിൽ യു കുഡ് ഹാവ് ടേക്കൺ ഡയറക്ട്ലി റൂട്ട് ഓഫ് 2 ഇൻറ്റു H1 മൈനസ് H2. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ H1ൻ്റെയും H2ൻ്റെയും വാല്യൂസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. H1 ഉണ്ട്, H2 ഉണ്ട്, C1ൻ്റെയും വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എന്ത് ചെയ്താൽ മതി? നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു what is the value of H1? It is 3000 kilojoule ആണ്. മൈനസ് H2 is 2450 that much kilojoule. ഇത് രണ്ടും കിലോജൂൾ ആണ്. സോ ഇൻറ്റു 10 to the power 3 അത് നമ്മൾ എഴുതണം. പ്ലസ് C1 is 50 meters per second. അതിൻ്റെ സ്ക്വയർ ആണ്. ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് C2. ആൻഡ് ഇഫ് യു ആർ ഡ്രോയിങ് ദി solution in the calculator, you will get the answer as 1050 meters per second. This is the final velocity answer for this problem. Okay, so it's a simple problem. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ it is well and good. You are going in the right path. കിട്ടാത്തവർ വിഷമിക്കണ്ട. ഈ പ്രോബ്ലങ്ങൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങളത് സ്വയം ഒരു 2-3 പ്രാവശ്യം ചെയ്ത് നോക്കുക until you are getting the right final answer. Okay, so now we will go to the next problem. Here's the next question. Write the steady flow equation as applied to a steam generator and an air compressor. In a gas turbine unit, a power of 1200 kilowatt is developed for a gas flow rate of 15 kilogram per second. The enthalpy and velocity of gases at the inlet and exit of the turbine are 1200 kilojoules per kilogram, 50 meter per second, 400 kilojoule per kilogram and 100 meter per second respectively. Estimate the rate of heat rejection and the area of the inlet pipe if the specific volume of gases at the inlet is 0.45 meter cube per kilogram.
So hope you have taken down the fourth question onto your notebook. സോ നമുക്ക് തന്ന വാല്യൂസുകൾ ആദ്യം എഴുതുക. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രോബ്ലത്തിൻ്റെ ഏറ്റവും തുടക്കത്തിൽ ആദ്യം ഒരു തിയറി പാർട്ടാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ദ സ്റ്റഡി ഫ്ലോ ഇക്വേഷൻ ആസ് അപ്ലൈഡ് ടു എ സ്റ്റീം ജനറേറ്റർ ആൻഡ് എൻ എയർ കംപ്രസർ. ഓക്കെ, കംപ്രസറിൻ്റെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളത്. അതേപോലെ സ്റ്റീം ജനറേറ്റർ നമ്മൾ എടുത്തിട്ടുണ്ടോ? ഡു യു ഹാവ് എനി ഐഡിയ? സ്റ്റീം ജനറേറ്റർ സ്റ്റീമിനെ ജനറേറ്റ് ചെയ്യുന്ന എന്തിലാ? ബോയിലറിലാണ് അല്ലേ? അപ്പോൾ പലരും ചിലപ്പോൾ സ്റ്റീം ജനറേറ്റർ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ബോയിലർ കേസ് ഒഴിവാക്കും. അപ്പോൾ ബോയിലർ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ബോയിലറും കംപ്രസറുമാണ് ചോദിച്ചിട്ടുള്ളത്. പൊതുവെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പൊതുവെ സ്റ്റുഡൻസ് പഠിക്കുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ a+b² എന്ന് ചോദിച്ചാൽ a² + 2ab+b² എന്ന് പറയും. അതേ കുട്ടികളോട് a+b² പകരം എന്നാൽ x+y² എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് എനിക്കറിയില്ല, പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. Okay, so in this regard what I am trying to say is that സ്റ്റീം ജനറേറ്റർ എന്ന് പറഞ്ഞ് നിങ്ങൾ പേര് കേൾക്കുമ്പോൾ തന്നെ അത് ഡെസ്പായി പോകരുത്. നമ്മളത് ഡിസ്കസ് ചെയ്താണ്. സ്റ്റീമിനെ ജനറേറ്റ് ചെയ്യുന്നത് ഒരു ബോയിലറിലാണ്. ആ ഒരു സെറ്റപ്പിൽ ലിക്വിഡ് ബോയിൽ ചെയ്യുമ്പോഴാണ് ഗ്യാഷ്യസ് ഫോമിലേക്ക് ആവുക. സോ ദാറ്റ്സ് ദ അനദർ ടേം ഫോർ ബോയിലർ. സോ സ്റ്റീം ജനറേറ്ററിൻ്റെയും എയർ കംപ്രസറിൻ്റെയും സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്ത് കാണിക്കണം. എന്നിട്ട് ആ പ്രോബ്ലം ഇതുമായിട്ട് ബന്ധമല്ല, ഇറ്റ്സ് ഫോർ ഗെറ്റിംഗ് മാർക്സ്. മേ ബി ഒരു ഫുൾ മാർക്സ് പ്രോബ്ലം ആയിട്ട് ഇത് മാറിയേക്കാം. സോ നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം. ഇനി പ്രോബ്ലം മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, മറ്റ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് തന്ന വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം എഴുതിയെടുക്കുക. ഇറ്റ് ഈസ് ഗിവൺ എ പവർ ഓഫ് 1200 കിലോവാട്ട് ഈസ് ഡെവലപ്ഡ്. പവർ എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, അതാണല്ലോ പവർ. സോ ഇറ്റ് ഈസ് ഗിവൺ ആസ് 1200 കിലോവാട്ട്. So you can write it as 1200 kilone into 10⁻³ watt means it is joules per second. Okay, for a gas flow rate of 15 kilogram per second, ഗ്യാസിൻ്റെ ഫ്ലോ റേറ്റ് അഥവാ മാസ് ഫ്ലോ റേറ്റ് ആണ് തന്നിട്ടുള്ളത്. 15 kilogram per second ആണ് രണ്ടാമത്തെ കണ്ടീഷൻ. പിന്നെ എൻതാൽപ്പി ആൻഡ് വെലോസിറ്റി ഓഫ്, അപ്പോൾ ഇനി ഇൻലെറ്റും എക്സിറ്റിലെയും കേസസ് ആണ് പറയുന്നത്. എൻതാൽപ്പി ഈസ് ഗിവൺ. Enthalpy is at inlet is 1200 kilojoules per kilogram. Velocity of gas is, that is C1. Velocity of gas is given 50 meters per second. And at the exit, അപ്പോൾ എക്സിറ്റിലെ കണ്ടീഷൻ, എക്സിറ്റിലെ enthalpy is equal to 400 kilojoules per kilogram. And exit velocity is given as 100 meter per second. Okay. Estimate the rate of heat rejection. They are asking to find Q dot. Estimate the rate of heat rejection and the area of the inlet pipe. ഇൻലെറ്റിലുള്ള പൈപ്പിൻ്റെ ഏരിയ A1 എന്ന് കൺസിഡർ ചെയ്യുക. ആ ഇൻലെറ്റിൽ, അത് പൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ടർബൈൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഒരു പൈപ്പ് കൂടെ ആവുമല്ലോ. അപ്പോൾ ആ പൈപ്പിൻ്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇഫ് ദ സ്പെസിഫിക് വോളിയം ഓഫ് ദ ഗ്യാസസ് അറ്റ് ദ ഇൻലെറ്റ് ഈസ്, അപ്പോൾ നമുക്ക് സ്പെസിഫിക് വോളിയം തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ആസ് 0.45 meter cube per kilogram. 0.45 meter cube per kilogram. ഇത്രയും കണ്ടീഷൻസ് നമുക്ക് തന്നു. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റും ഏരിയ അറ്റ് ദി ഇൻലെറ്റ് പൈപ്പും. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സൈഡിൽ ടർബൈൻ്റെ ഒരു ഫിഗർ ഇത് വെച്ചിട്ട് നമുക്ക് തന്ന വാല്യൂസും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതാം. ഓക്കെ, തന്ന വാല്യൂസും കാര്യങ്ങളും ഇത് അഡയാബാറ്റിക് ആണ്. ആൻഡ് ഒരു കൺട്രോൾ സർഫസ് കാണിക്കുക, ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഈ ഇൻലെറ്റിലെ പൈപ്പിൻ്റെ A1 ഏരിയ ആണ് കാണാൻ പറഞ്ഞത്. ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ഡയമീറ്ററും കാണാം അല്ലേ. ഇപ്പോൾ ചില പ്രോബ്ലത്തിൽ പൈപ്പിൻ്റെ ഡയമീറ്റർ കാണാൻ പറയും, ചിലപ്പോൾ പറയും ഇൻലെറ്റിലെയും ഔട്ട്ലെറ്റിലെയും പൈപ്പിൻ്റെ ഡയമീറ്ററിൻ്റെ റേഷ്യോ കാണാൻ ചോദിക്കും. സോ എവറിത്തിങ് സ്റ്റാർട്ട്സ് ഐദർ ഫ്രം ദി മാസ് ബാലൻസ് ഓർ ഫ്രം ദി എനർജി ബാലൻസ്. ദ ഓൺലി തിങ് ഈസ് ദാറ്റ് വളരെ ക്ഷമയോടെ തന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രോബ്ലം ചെയ്യാം. ഇപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കാണാനാണ്. നമുക്ക് ഓൾറെഡി നമ്മുടെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അറിയാം. വാട്ട് ഈസ് എ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ? ഇവിടെ
മാസ് ഫ്ലോ റേറ്റിൻ്റെ ബേസിലാണ് പവറാണ് തന്നിട്ടുള്ളത്, ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടൈമിൻ്റെ ബേസിസിലുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഐ ഹാവ് എം ഡോട്ട് ഇൻറ്റു H1 പ്ലസ് C1 സ്ക്വയർ ബൈ 2 പ്ലസ് GZ1 പ്ലസ് Q is equal to m dot into H2 plus C2 square by 2 plus GZ2 plus W dot. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് H1 തന്നിട്ടുണ്ടോ, മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ടോ നോക്കാം. മാസ് ഫ്ലോ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. H1 തന്നിട്ടുണ്ടോ, H1 തന്നിട്ടുണ്ട്. H2 അറിയാം. ഇപ്പോൾ H1 അറിയാം, H2 അറിയാം. C1 അറിയോ, C1 അറിയാം, C2 അറിയാം, C1 അറിയാം, C2 അറിയാം. വാട്ട് അബൌട്ട് Z1 ആൻഡ് Z2? ഇപ്പോൾ ടർബൈനിൽ പൊതുവേ Z1 ആൻഡ് Z2 എന്ന് പറഞ്ഞാൽ ഒരേ ഡാറ്റത്തിൽ തന്നെ ആയതുകൊണ്ട് വി ക്യാൻ നെഗ്ലക്ട് ദാറ്റ് ടൈം. അതായത് ഈ Z1 Z2 എന്തായിരിക്കും പൊതുവേ നോർമലി ഇറ്റ് വിൽ ബി ഈക്വൽ ഇൻ കേസ് ഓഫ് ടർബൈൻ, അൺലെസ് അത് പ്രത്യേകം എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് പോവാം. സോ അപ്പോൾ ഇതും നമുക്ക് ആയിട്ടുണ്ട്, ഇതും ആയിട്ടുണ്ട്. വർക്ക് ട്രാൻസ്ഫർ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആകെ ചോദിച്ചിട്ടുള്ളത് എന്താ, Q ആണ്. ഈ ഒരു ഇക്വേഷനിൽ Q ഒഴികെ ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. സോ നൗ ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. ആകെ ചെയ്യേണ്ടത് തന്ന വാല്യൂസ് പ്രോപ്പറായിട്ട് അസൈൻ ചെയ്ത് ഇടുക ആൻഡ് ഡു ഇറ്റ് പ്രോപ്പർലി ഇൻ ദി കാൽക്കുലേറ്റർ, യു വിൽ ഗെറ്റ് ദി ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തന്ന വാല്യൂസിനൊക്കെ നമ്മൾ എഴുതിയെടുക്കാം ആസ് പെർ ദി സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. സോ ഞാൻ ആദ്യം ക്യൂ ഡോട്ട് അങ്ങനെ തന്നെ എടുത്തിട്ട് ഇൻലെറ്റിലാണല്ലോ ഈ ബാക്കി ഫസ്റ്റ് എനർജി ടേംസ് വന്നത്, അതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് വിൽ ബി ദ കേസ്? സോ മാസ് ഫ്ലോ റേറ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും. സോ ഐ വിൽ ഹാവ് 15. മാസ് ഫ്ലോ റേറ്റ് ഈസ് 15 കിലോഗ്രാം പെർ സെക്കൻഡ് ആണ്. പിന്നെ നമുക്ക് വരിക H2 മൈനസ് H1, അത് കിലോ ജൂൾസിലാണ്. അപ്പോൾ ആ കിലോ ടേമിനെ ഞാൻ ജൂൾസ് തന്നെ ആക്കണം. സോ ഇൻറ്റു 10⁻³ പ്ലസ് C2 സ്ക്വയർ മൈനസ് C1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അല്ലേ, പ്ലസ് കിലോ വാട്ട് വർക്ക് ഔട്ട്പുട്ട്, വർക്കിൻ്റെ റേറ്റ്, അതായത് പവർ 1200 കിലോ വാട്ടാണ്, കിലോ ആണ്. സോ ഇറ്റ് ഈസ് 10⁻³ എല്ലാ വാല്യൂസും നമുക്ക് ക്യൂട്ട് ചെയ്യാൻ മതി. ഇനി എന്ത് ചെയ്യണം, കാൽക്കുലേറ്ററിൽ ഈ വാല്യൂസ് പ്രോപ്പർ ആക്കിയിട്ട് ചെയ്യുക. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഒറ്റ സ്ട്രെച്ചിൽ ഇത് അടിച്ചുണ്ടാക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ ഇത് ഒറ്റ സ്ട്രെച്ചിന് ബ്രാക്കറ്റ് പ്രോപ്പറായിട്ട് കൗണ്ട് ചെയ്ത് കാൽക്കുലേറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് ദി ആൻസർ പ്രോപ്പർലി. സോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ I will say 15 into 400 minus 1800, the value will be minus 800 into 10⁻³ plus 100 square, that is 100 square is this will be 10,000 minus 2500 divided by 2, okay, പ്ലസ് 1200 ഇൻറ്റു 10⁻³. ഇനി 10,000-ന് 2500 പോയാൽ ബാക്കി 7500. 7500ൻ്റെ പകുതി എന്താണോ ആ ടേം നോക്കുക. ആ ടേമും ഇതും എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ആ സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം ബാക്കി 15. അപ്പം നിങ്ങൾ എന്നിട്ട് ആ ടേം ഇവിടെ എഴുതുക പ്ലസ് 1200. അങ്ങനെ സ്റ്റെപ്പ് ആക്കിയിട്ട് ഓരോ സ്റ്റെപ്പ് ചെയ്യുക. ഒറ്റ ഫ്ലോയിൽ നിങ്ങൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഇതാണ്ട് ടൈപ്പ് ചെയ്തിട്ട് ആൻസർ കാണാൻ നിൽക്കരുത്. അങ്ങനെ ആൻസർ കിട്ടും, പക്ഷേ നിങ്ങളുടെ സ്റ്റെപ്പിനും കൂടെ മാർക്കുണ്ട്. സ്റ്റെപ്പ് വൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൺഫ്യൂഷൻസ് ഒഴിവാക്കുക കാൽക്കുലേറ്ററിൽ ആഡിങ്. Okay, so if you are keeping on doing it, you will get the value as minus 10743,750. this much joules per second ആണ് കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുക. ഓർ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ദിസ് ആസ് മൈനസ് ഓഫ് കിലോ ആക്കുകയാണെങ്കിൽ 123, that will be 10743.75 kilowatt. This is the heat transfer rate. This is the heat transfer rate. What does this minus sign indicate? ഈ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ, മൈനസ് ആയതുകൊണ്ട് ഹീറ്റ് സിസ്റ്റത്തിൻ്റെ പുറത്തേക്കാണ് പോകും. ടർബൈനിക്ക് ഹീറ്റ് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ടർബൈനിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് മൈനസ് സൈൻ. അപ്പോൾ നമ്മളോട് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. നമ്മളോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ചോദിച്ചിരുന്നു 2 ചോദ്യങ്ങളിലെ. അതിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആൻസർ എനിക്ക് കിട്ടി. ഇനി
പൊതുവേ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കുറേ എഴുതി മനസ്സിലാക്കി നമ്മൾ ഇക്വേഷനൊക്കെ ചെയ്ത് ഇവിടെ ആൻസർ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകും. പക്ഷേ ഈ ക്വസ്റ്റ്യന് 2 കാര്യങ്ങൾ കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഏരിയയും കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് മൊത്തം ഒരു 10 മാർക്കാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ഒരു 8 മാർക്കും ഇത് കണ്ടുപിടിക്കുന്നതിന് ഒരു 2 മാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന് 7 മാർക്ക് ഇതിന് 3 മാർക്ക്, അങ്ങനെ വേരിയേഷൻ വന്നേക്കാം. അപ്പം നമ്മൾ അറിയുന്നൊരു കാര്യമായിരിക്കും, പക്ഷെ അശ്രദ്ധ കാരണം ചിലപ്പോൾ ഇത് ചെയ്യാൻ വിട്ടുപോകും ആൻഡ് യു വിൽ ലൂസ് ദി മാർക്ക്. So now coming to area of the inlet pipe. ഇൻലെറ്റ് പൈപ്പിൻ്റെ ഏരിയ കാണാനാണ് ചോദിച്ചത്. A1 എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സിറ്റിലെ A2 തന്നിക്കണോ? ഇല്ല. പൊതുവേ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ ഇൻലെറ്റിലെ ഏരിയ തരും, ഔട്ട്ലെറ്റിലെ ഏരിയ സ്പെസിഫൈ ചെയ്യില്ല. അപ്പോൾ പൊതുവേ ഇൻലെറ്റിൻ്റെ അതേ ഏരിയ തന്നെയായിരിക്കും ഔട്ട്ലെറ്റിലെ ഏരിയ എടുക്കുക. എക്സെപ്റ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കും വാട്ട് ഈസ് ഔട്ട്ലെറ്റ് ഏരിയ. ഔട്ട്ലെറ്റ് ഏരിയയുടെ ഡിഫറൻസ് വരുന്ന രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ഓക്കെ, സോ വി വിൽ ഡു വൺ പ്രോബ്ലം ബേസ്ഡ് ഓൺ ദി ഡയമീറ്റർ റേഷ്യോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് ഏരിയ കാണാനാണ്. അപ്പോൾ നമുക്ക് ഏരിയ കാണണമെങ്കിൽ നമുക്ക് ആകെ ഉള്ളൊരു ഓപ്ഷൻ മാസ് ബാലൻസിങ് ചെയ്യലാണ്. മാസ് ബാലൻസിങ്, മാസിനെ ബാലൻസ് ചെയ്യുക. അപ്പം മാസ് ഫ്ലോ റേറ്റ് എന്താണ്, സെയിം ആയിരിക്കും ത്രൂ ഔട്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മാത്രമല്ല മാസ് ഫ്ലോ റേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം, റോ എ സി എന്ന് എഴുതാം. ഓർ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് എ ഇൻറ്റു സി ബൈ ന്യൂ. ഇനീഷ്യൽ കണ്ടീഷനിലാണെങ്കിൽ 1 1 1 1. ഓക്കെ, ഈ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ, സ്പെസിഫിക് വോളിയം, ദാറ്റ് ഈസ് 1 ബൈ ഡെൻസിറ്റി. അപ്പോൾ സ്പെസിഫിക് വോളിയം അറ്റ് ഇൻലെറ്റ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏരിയ അറ്റ് ഇൻലെറ്റ് കാണണം, മാസ് ഫ്ലോ റേറ്റ് അറിയാം, സ്പെസിഫിക് വോളിയം അറിയാം, വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് അറിയാം. അപ്പോൾ എനിക്ക് ഏരിയ കണ്ടുകൂടെ, സുഖമായിട്ട് ഏരിയ കാണാം. ദെർഫോർ A1 ഈസ് ഈക്വൽ ടു എം ഡോട്ട് ഇൻറ്റു സ്പെസിഫിക് വോളിയം ഡിവൈഡഡ് ബൈ C1 ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് എത്രയാണ്, 15 kg/s ആണ്, ഇൻറ്റു സ്പെസിഫിക് വോളിയം നമുക്ക് ചോദ്യത്തിൽ തന്നിരുന്നത് എത്രയാണെന്നുള്ളത് നോക്കുക. സ്പെസിഫിക് വോളിയം ഈസ് ഗിവൺ ആസ് 0.45 m3/kg. സോ സ്പെസിഫിക് വോളിയത്തിന് 0.45 തന്നെ ഇടുക. ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി C1 ഈസ് 50, ഫൈനൽ വെലോസിറ്റി ആണ് 100. വാല്യൂസ് എടുക്കുന്നത് മാറും ചെയ്യരുത്. ആൻഡ് ഇഫ് യു ആർ ഡൂയിങ് ദിസ് ഇൻ കാൽക്കുലേറ്റർ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 0.135. ഓക്കെ, സോ അത് ഇത്രയും ഇതാണ് ഏരിയ എന്ന് പറയുമ്പോൾ. സോ യു ഷുഡ് റൈറ്റ് ഡൗൺ ഏരിയ ഈസ് ഈക്വൽ ടു 0.135 m². ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറും എന്ത് ചെയ്തു, കിട്ടി. ഇനി ഇതേ ചോദ്യത്തിൽ അവർ നമ്മളോട് ഡയമീറ്റർ എത്രയെന്ന് ചോദിച്ചു. അപ്പോൾ എങ്ങനെ നമ്മൾ കാണുക, ഡയമീറ്റർ അറ്റ് ദ ഇൻലെറ്റ് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് കാണുക? യു മൈറ്റ് ബി നോയിങ് അല്ലേ. പൊതുവേ നമ്മളിപ്പോൾ ഒരു ടർബൈന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലേക്കുള്ള പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ സർക്കുലാർ പൈപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എക്സിറ്റിലുള്ള പൈപ്പും അതേപോലെ തന്നെ സർക്കുലർ കണ്ടീഷനിലെ പൈപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടുത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സർക്കിളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, it will be π/4 d², ഏരിയ ഓഫ് ദാറ്റ് സർക്കിൾ അല്ലേ. അപ്പോൾ എനിക്ക് എങ്ങനെ d1, അപ്പോൾ ഏരിയ 1 ഈസ് ഈക്വൽ ടു π/4 ഓഫ് d1², ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ വാല്യൂ. ഇത് ചോദ്യത്തിൽ വന്നിട്ടില്ല, ഞാൻ ജസ്റ്റ് പറയാന്നേ ഉള്ളൂ. അപ്പോൾ ഡയമീറ്റർ കാണാൻ എന്ത് ചെയ്യണം, d1 വിൽ ബി 4 times 0.135 ഡിവൈഡഡ് ബൈ പൈ, അത് d² ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കിട്ടുമ്പോൾ സംതിങ് ആൻസർ ഇൻ മീറ്റേഴ്സ്, ഇത്രയുമാണ് എൻ്റെ ഡയമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഏരിയ വരെ ചോദിച്ചിട്ടുള്ളൂ. ഞാനിതൊരു എക്സ്റ്റൻഷൻ ആയിട്ട് പറഞ്ഞതാണ്. എക്സാമിന് ചിലപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ ഒരു പ്രോബ്ലം ആണ്, അതായത് റേഷ്യോ ഓഫ് ഡയമീറ്റേഴ്സ് കാണാൻ ചോദിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ സ്പെസിഫിക്കലി ഡയമീറ്റർ ചോദിച്ചാൽ കാണേണ്ടത് എന്താ, ഏരിയ ആണ്. ഏരിയ, ഡയമീറ്റർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടത് എവിടെ നിന്നായിരിക്കും, മാസ് ബാലൻസിങ് എന്നാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഏരിയ ടേം ഒന്നും നമ്മുടെ എനർജി ബാലൻസിങ്ങിൽ ഏരിയ ടേം ഒന്നും വരുന്നില്ല, ഡയമീറ്റർ ടേം ഒന്നും വരുന്നില്ല. സോ ഏരിയ, ഡയമീറ്റർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എപ്പോഴും മാസ് ബാലൻസിങ്ങിന് നമ്മൾ ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. സോ നെക്സ്റ്റ് we will do one more problem, and that is the last problem for today. The last question for today: air flows steadily at the rate of 0.5 kg/s through an air compressor entering at 10 m/s velocity, 120 kPa pressure and 0.9 m3/kg volume, and leaving at 8 m/s, 740 kPa
and 0.2 meter cube per kilogram. The internal energy of the air leaving is 95 kilojoule per kilogram, greater than that of the air entering. Cooling water in the compressor jackets absorbs heat from the air at the rate of 60 kilowatt. Compute the rate of shaft work input to the air in kilowatt. Find the ratio of the inlet pipe diameter to the outlet pipe diameter. സോ നമ്മൾ തന്ന വാല്യൂസിന് നമ്മൾ ആദ്യം എഴുതുക. ക്ലിയർ? സോ തന്ന വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നമ്മൾ എഴുതുക. എയർ ഫ്ലോ സ്റ്റഡിലി അറ്റ് എ റേറ്റ് ഓഫ് 0.5 കിലോഗ്രാം. മാസ് ഫ്ലോ റേറ്റ് ഈസ് ഗിവൺ ആസ് 0.5 കിലോഗ്രാം പെർ സെക്കൻഡ് ത്രൂ ആൻ എയർ കംപ്രസർ. എയർ കംപ്രസർ ആണ്. എൻറ്ററിങ് അറ്റ് വെലോസിറ്റി C1 വെലോസിറ്റി ഈസ് ഗിവൺ ആസ് 10 meters per second. പ്രഷർ, ഇൻലെറ്റിലെ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 120 കിലോ പാസ്കൽ ആണ്. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് പാസ്കൽ. ആൻഡ് വോളിയം ഈസ് 0.90 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം എന്നാണ്. 0.90 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. വോളിയം ബൈ മാസ്, ദാറ്റ് ഈസ് സ്പെസിഫിക് വോളിയം അറ്റ് ഇൻലെറ്റ് ആണ് തന്നിട്ടുള്ളത്. ടേം അതിൽ വോളിയം എന്ന് എഴുതിയിട്ടുള്ളെങ്കിലും നമ്മൾ യൂണിറ്റ് നോക്കണം. അത് സ്പെസിഫിക് വോളിയമാണ്. ആൻഡ് ഇറ്റ് ഈസ് ലീവിങ് അറ്റ് 8 meter per second. Pressure it is given as 740 kilopascal at exit. That is 740 kilopascal ആണ് into 10 to the power 3, that much pascal. And again specific volume at exit is given as 0.2 meter cube per kilogram. The internal energy of the air leaving is 95 kilojoule per kilogram greater than the air. അതായത് പുറത്തേക്ക് ഇറങ്ങുന്ന ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഉള്ളിലേക്ക് കയറുന്ന ഇൻറ്റേർണൽ എനർജീനെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. ആ ഗ്രേറ്റർ എത്രത്തോളാണ്, അതായത് അതിൻ്റെ ഡിഫറൻസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് 95 kilojoules per kilogram. ഓക്കെ, ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദി എയർ ലീവിങ്, ഇതാണ് ലീവിങ് ഇൻറ്റേർണൽ എനർജി, ഈസ് 95 kilojoule per kilogram greater than that of the air entering. ഓക്കെ, ഇത് നമുക്ക് കിട്ടി, നമുക്ക് തന്നു. ആൻഡ് കൂളിംഗ് വാട്ടർ ഇൻ ദ കംപ്രസർ ജാക്കറ്റ്സ് അബ്സോർബ്സ് ഹീറ്റ് ഫ്രം ദ എയർ അറ്റ് ദ റേറ്റ് ഓഫ് 60 kilowatt. അപ്പോൾ അതായത് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് എവിടുന്ന, എയറിൽ നിന്ന് കൂളിംഗ് വാട്ടറിലേക്കാണ് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത്. അതായത് ഇത്, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ആലോചിച്ചത്, കംപ്രസറിനെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ലിബറേഷൻ ആണ്. അപ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഇറ്റ് ഈസ് 60 kilowatt given. അപ്പോൾ നമ്മൾ മൈനസ് സൈന് എടുക്കണം. ഓക്കെ, നൗ they have asked us to find first one, compute rate of shaft work input in air in kilowatt. shaft work input എന്താന്ന് നമ്മൾ കാണണം. they are asking us to find the value of rate of work and that too in kilowatt. കിലോവാട്ടിൽ തന്നെ കാണണം, വാട്ട് പോരാ, കിലോവാട്ടിൽ വേണം. And then they have asked the second one, what is the ratio of the inlet pipe diameter to outlet pipe diameter? Inlet pipe diameter to outlet pipe diameterൻ്റെ റേഷ്യോ എത്രയാണ്? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് കാണാൻ ചോദിച്ചിട്ടുള്ളത്. അഗെയിൻ നമ്മൾ ഫസ്റ്റ് വർക്ക് ഔട്ട്പുട്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ ആദ്യം വർക്ക് ട്രാൻസ്ഫർ റേറ്റ് ഓഫ് വർക്ക് ഡൺ കാണാനാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ മാസ് ബേസിസ് അല്ല, ടൈം ബേസിസ് തന്നെ എടുക്കണം. സോ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഐ വിൽ ടേക്ക് ഡൗൺ ദ ഇക്വേഷൻ, ദാറ്റ് ഈസ് എം ഡോട്ട് ഇൻറ്റു H1 എന്നാണ് ഞാൻ പൊതുവെ എഴുതാറ്. പക്ഷേ H1 എന്നാണ് ഞാൻ പൊതുവെ എഴുതാറുള്ളത്. അത് ഞാൻ എങ്ങനെ കിട്ടിയിരുന്നത്, U1 + PV1 ചെയ്യുമ്പോഴാണ് H1 നമ്മൾ ഡെറിവേഷൻ ചെയ്തത്. പക്ഷെ ഇവിടെ ആസ് സച്ച് H1 തന്നിട്ടില്ല, മറിച്ച് U2 - U1 തന്നിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് ഗിവൺ ദ വാല്യൂസ് ഫോർ P1 ആൻഡ് V1, അല്ലേ? സോ ഞാൻ തൽക്കാലം ഇക്വേഷൻ എങ്ങനെ എഴുതാം, U1 + P1 V1, അപ്പോൾ H1 ആയി. നൗ C1² / 2 + GZ1 plus Q transfer rate is equal to M dot into U2 plus P2 V2 plus C2² / 2
plus GZ2 plus W. This is the work transfer rate. സോ നമുക്കിപ്പോൾ ഇനി ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് വർക്ക് ട്രാൻസ്ഫർ ആണ്, അതായത് ഈ ഡബ്ല്യു ഡോട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള ഡബ്ല്യു ഡോട്ടിനെ നമ്മളൊരു സൈഡിലേക്ക് ആക്കിയിട്ട് ബാക്കിയുള്ള ടേംസിനെല്ലാം നമ്മൾ ഒന്നിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കാം. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് ഡബ്ല്യു ഡോട്ട് ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് കോമൺ ആയിട്ടുള്ള ടേംസിന് നോക്കാം. ഇത് പോസിറ്റീവാണ്, അപ്പോൾ ഇവിടുത്തെ ഈ ടേമിനെ ഞാൻ ഈക്വൽ സൈൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. സോ ഐ ഗെറ്റ് മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു ഇറ്റ് വിൽ ബി U1 minus U2 plus P1 V1 minus P2 V2, okay, plus C1 square minus C2 square by 2 plus G into Z1 minus Z2. ഇത്രയാണ് മാസ് ഫ്ലോ റേറ്റിൻ്റെ ഉള്ളിലുള്ള ടേംസ്. അതോടൊപ്പം പ്ലസ് എന്തുണ്ട്, ക്യൂ ഡോട്ട് ഉണ്ട്. ക്ലിയർ? ഇനി ഇതിലെന്ത് ചെയ്യാം, നമുക്ക് U1ഉം U2ൻ്റെയും ഡിഫറൻസ് അറിയാം അല്ലേ. U2 minus U1 is 95. അപ്പോൾ U1 minus U2 എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് 95. P1 വാല്യൂ നമുക്കറിയാം, U1 വാല്യൂ അറിയാം, P2 അറിയാം, U2 അറിയാം, C1 അറിയാം, C2 അറിയാം. വാട്ട് അബൌട്ട് Z1 ആൻഡ് Z2 എന്നുള്ളത് ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു Z1 is equal to Z2 എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എടുക്കുന്നത്. കാരണം കംപ്രസറിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും തമ്മിൽ വേരിയേഷൻ ഇല്ല. സോ വി ആർ കൺസിഡറിങ് Z1 is equal to Z2. സ്പെഷ്യൽ കേസിൽ അവരെന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് തരികയാണെങ്കിൽ നമ്മൾ പ്രത്യേകം കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ യു ക്യാൻ കൺസിഡർ Z1 is equal to Z2. സോ ഈ ടേം എന്താവും, ക്യാൻസൽ ഔട്ട് ആയി പോകും. സോ ബാക്കിയുള്ള ഓരോ ടേംസിനും ഞാൻ അതിൻ്റെ വാല്യൂസ് ഇടുകയാണ്. സോ വർക്ക് ട്രാൻസ്ഫർ ഇസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് എം ഡോട്ട് ഈസ് 0.5 kJ/s അല്ലേ. സോ 0.5 ഇൻറ്റു U2 minus U1 ഈസ് 95 kJ. സോ U1 minus U2 ഈസ് മൈനസ് 95 kJ ആണ്. അപ്പോൾ കിലോനെ നമ്മൾ 10⁻³ ആക്കുക. സിമിലർലി P1 is 120 kilopascal into V1, that is 0.9 into V1, that is 0.9 minus P2 740 kilopascal into V2, that is 0.2. അപ്പോൾ P1 V1 മൈനസ് P2 V2 ഈ ടേമുമായി. ഇനി നമുക്ക് വെലോസിറ്റിയുടെ ടേം C1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 ആണ് C1. സോ C1 സ്ക്വയർ മൈനസ് C2 സ്ക്വയർ വിച്ച് ഈസ് 8 m/s, ദാറ്റ് ഈസ് 8 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് Z1 Z2 ഇല്ല, അപ്പോൾ ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. പ്ലസ് ക്യൂ ഡോട്ട്, ദാറ്റ് ഈസ് എ ഹീറ്റ് ട്രാൻസ്ഫർ, ദാറ്റ് ഈസ് മൈനസ് പ്ലസ് ആണ്, പക്ഷേ വാല്യൂ ഹീറ്റ് ലിബറേഷൻ ആയതുകൊണ്ട് മൈനസ് ഓഫ് 60 kW ആണ്. സോ ആ കിലോ ഉള്ള 10⁻³ ഞാൻ എടുക്കുന്നു. ഐ എം റൈറ്റിംഗ് ഇറ്റ് ഡൗൺ ആസ് വാട്ട്. സോ ഇത്രയും വാല്യൂസ് എല്ലാം നമുക്കറിയാം, എല്ലാ വാല്യൂസും നോൺ ആണ്. നമ്മൾ നേരെ കാൽക്കുലേറ്ററിൽ ഈ പറയുന്ന വാല്യൂസ് അതിൻ്റെ ബ്രാക്കറ്റ് അനുസരിച്ച് കറക്റ്റ് ഓർഡറിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദ ആൻസർ ദാറ്റ് യു ഗെറ്റ് ഈസ് മൈനസ് ഓഫ് 127,491 J/s. ഇത്രയാണ് പവർ അല്ലെങ്കിൽ വർക്ക് ട്രാൻസ്ഫർ റേറ്റ്. അപ്പോൾ ഇതിനെ എനിക്ക് J/s ഈസ് വാട്ട് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ എനിക്ക് എഴുതാം, കിലോ വാട്ട് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 127.491 kW എന്നും എനിക്ക് പവർ ട്രാൻസ്ഫർ റേറ്റിന് എനിക്ക് വാല്യൂ ആയിട്ട് എനിക്ക് മൈനസ് 127.491 kW എന്നും എഴുതാം. അപ്പോൾ ചോദ്യത്തിലെ എ പാർട്ട് എനിക്ക് കിട്ടി. ഇനി T1/D2 അല്ലേ, അത് ഈ എനർജി ഇക്വേഷൻ എനിക്ക് ഡയമീറ്റർ കിട്ടുമോ ഇല്ല, ഏരിയൻ്റെ കിട്ടുമോ ഇല്ല. എനിക്ക് ഏരിയ ഡയമീറ്റർ ഒക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ മാസ് ഫ്ലോ റേറ്റ് കണക്കാക്കണം അല്ലേ. മാസ് ഫ്ലോയുടെ കേസാണ് ഞാൻ കണക്കാക്കേണ്ടത്. സോ മാസ് ഫ്ലോയുടെ കേസ് ഞാൻ കണക്കാക്കുമ്പോൾ എങ്ങനെ വരും, സോ യു വിൽ സീ ദാറ്റ്. മാസ് ഫ്ലോ റേറ്റ് ആണ് ഞാൻ കണക്കാക്കുന്നെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ, മാസ് ഫ്ലോയുടെ ഇക്വേഷൻ A1C1/ν1 ഈസ് ഈക്വൽ ടു A2C2/ν2, ഏരിയ, വെലോസിറ്റി, സ്പെസിഫിക് വോളിയം അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് സ്പെസിഫിക് വോളിയം തന്നിട്ടുണ്ട്,
ഈ രണ്ട് സ്പെസിഫിക് വോളിയം തന്നിട്ടുണ്ട്, രണ്ട് വെലോസിറ്റിയും തന്നിട്ടുണ്ട്. നമ്മളോട് d1/d2 കാണാനാണ്. അപ്പോൾ d1 എന്ന് പറഞ്ഞാൽ ഏരിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, d2 ഈ a2നെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് അല്ലേ. സോ ഐ വിൽ റൈറ്റ് ഡൗൺ ലൈക്ക് ദിസ്, a1/a2 ഈസ് ഈക്വൽ ടു, ഇങ്ങനെ എഴുതിക്കൂടെ, അതായത് ഈ a2നെ ഞാൻ താഴേക്ക് കൊണ്ടുവരാണ്. സോ വാട്ട് ഹാപ്പൻസ്, ν1 മുകൾക്ക് പോകും. സോ ഐ വിൽ ഗെറ്റ് ν1/ν2, ദാറ്റ് ഇസ് സ്പെസിഫിക് വോളിയം 1/സ്പെസിഫിക് വോളിയം 2 ഇൻറ്റു c2/c1, വെലോസിറ്റി അറ്റ് എക്സിറ്റ് ബൈ വെലോസിറ്റി അറ്റ് ഇൻലെറ്റ്. ഓക്കെ, ഈ വാല്യൂസ് എല്ലാം നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് v1 ഈസ് 0.9 അല്ലേ. സോ 0.9 ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് v2 ഈസ് 0.2 ഇൻറ്റു വെലോസിറ്റി അറ്റ് എക്സിറ്റ് c2 ഈസ് 8 divided by velocity at inlet it is 10. This 8 divided by 10. So you will get 9 4s are 36. That is നിങ്ങൾക്ക് വാല്യൂ കിട്ടുക 3.6 ആണ്. ഓക്കെ, ഏരിയ 1 ബൈ ഏരിയ 2 ഈസ് ഈക്വൽ ടു 3.6. ഇപ്പോൾ ഈ ഏരിയ സർക്കുലർ ഷേപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഏരിയനെ എനിക്ക് എങ്ങനെ എഴുതാം, π/4 d1 സ്ക്വയർ ആണ് ഏരിയ 1 ഡിവൈഡഡ് ബൈ ഏരിയ 2 π/4 d2 സ്ക്വയർ ആണ് ഏരിയ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.6 ആണ്. എഴുതിക്കൂടെ, അതിൽ ഈ π/4ഉം π/4ഉം ക്യാൻസൽ ആവും, ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ എനിക്ക് എന്ത് എഴുതാം, ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് d1 സ്ക്വയർ ബൈ d2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 3.6 അല്ലേ. therefore d1/d2 is equal to square root of 3.6. സ്ക്വയർ റൂട്ട് ഓഫ് 3.6 ആണ് നമുക്ക് എന്ത് ചെയ്യുക d1/d2യുടെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്.